ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഡെവലപ്പ് ചെയ്തത് ഈ റീസെൻറ്റ് ഇയേഴ്സിലാണ്. ഏകദേശം 200-250 കൊല്ലത്തെ ഒരു ഗ്യാപ്പാണ് ഹോമിയോപ്പതി മെഡിസിൻ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ അലോപ്പതി സിസ്റ്റമുണ്ട്. അതിന് മുമ്പ് തന്നെ അലോപ്പതി സിസ്റ്റം എന്ന് തന്നെ ഡിഫൈൻ ചെയ്ത് തന്നെ ഈ ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്ത ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, ഈ അലോപ്പതി സിസ്റ്റം അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിനെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പ്രാക്ടീസ് ചെയ്തപ്പോൾ മടുപ്പ് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒരു ഡ്രഗ്സ് കൊടുക്കും, കെമിക്കൽ ഡ്രഗ്സ് കൊടുക്കും, ക്രൂഡ് ഫോമിൽ സപ്രസ് ചെയ്യുമ്പോൾ മെഡിസിൻ്റെ എഫക്റ്റ് വിട്ട് കഴിയുമ്പോൾ വീണ്ടും അത് ഡിസീസോ അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേറ്റഡ് ഡിസീസ് വരും. അപ്പോൾ അത് വീണ്ടും പേഷ്യൻസിന് വീണ്ടും അയ്യോ ഡോക്ടറെ എൻ്റെ അസുഖം മാറിയിരുന്നു, പക്ഷേ ഇപ്പോൾ പുതിയൊരു അസുഖം വന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമിക് ആൾക്കാർക്കൊരു പെർമനൻറ്റ് ക്യൂർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഞാൻ ചെയ്യുന്ന സിസ്റ്റം, എൻ്റെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ്, മൈ ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടിയാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ എന്നെ വിശ്വസിച്ച് വരുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സാമ്പത്തികം മുടക്കുന്നുണ്ടാവാം, അല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ദ ഫെയ്ത്ത് ദേ ആർ അപ്രോച്ചിങ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സിസ്റ്റം പറ്റില്ല. ഐ കനോട്ട് ഡു ദിസ് തിങ്സ് പ്രോപ്പർലി ബിക്കോസ് ഐ ആർ നോട്ട് ഏബിൾ ടു ഹീൽ ദം. ഹീലിംഗും ട്രീറ്റ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. വാട്ട് ഈസ് ഹീലിംഗ്, വാട്ട് ഈസ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി പ്രൊലോങ്ഡ് ഫോർ എ ലോങ് ടൈം അണ്ടിൽ ദ ലൈഫ് ടൈം എൻഡ്. ബട്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കാരണം കണ്ടത് റൂട്ടോടുകൂടെ. ഒരാളുടെ ഒരു പ്രത്യേക ഡിസീസ് വന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈറസ് വന്നു, ആ വൈറസിന് ഇല്ലാതെ കഴിഞ്ഞാൽ, റൂട്ട് എന്ന് പറയുമ്പോൾ വൈറസാണ്, അപ്പോൾ ആ വൈറസിന് ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി റൂട്ട് വൈറസ് അല്ല, ബട്ട് ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഫിസിക്കലി നോക്കുമ്പോൾ അലോപ്പതി സിസ്റ്റം അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം എന്ന് അവകാശപ്പെടുന്ന പണ്ടുണ്ടായിരുന്ന അതേ സിസ്റ്റം തന്നെയാണ് അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ആൻറ്റിപ്പതി അലോപ്പതിക്ക് ഒരു സിമിലർ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ആ അലോപ്പതി സിസ്റ്റം പറയുന്നത് വൈറസ് വന്നെങ്കിൽ അത് റൂട്ട് കോസാണ്, ആ റൂട്ട് കോസിനെ മാറ്റിക്കഴിഞ്ഞാൽ, വൈറസിനെ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഡിസീസ് മാറി എന്നുള്ളതാണ്. ബട്ട് എക്സാക്ട്ലി അതല്ല സംഭവിക്കുന്നത്. വൈറസ് ആൻഡ് ബാക്ടീരിയസ് ഡസൻറ്റ് മേക്ക് എനി പ്രോബ്ലം. See, they makes problem now because of this, we are disposed to them. അത് നമ്മൾ അതിന് വിധേയരായതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, മനുഷ്യനൊഴികെയുള്ള ഏതെങ്കിലും ഒരു ആനിമൽസ്, ഫോർ എക്സാമ്പിൾ ബേർഡ്സ്, ആനിമൽസ് ലൈക്ക് ജംഗിളിൽ, കാടുകളിൽ വളരുന്ന പക്ഷിമൃഗാദികൾ, ലതാദികൾ എന്ന് പറയുമ്പോൾ പിന്നെ അവർ കുരങ്ങുണ്ട്, ചെന്നായുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, ആമയുണ്ട്, എരുമയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അവർക്കൊന്നും ഈ തരത്തിലുള്ള ഒരു വൈറസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡെത്തോ അല്ലെങ്കിൽ അതുകൊണ്ടൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ല. വൈ ദ ഹ്യൂമൻസ്, എന്തുകൊണ്ട് ഹ്യൂമൻസിൽ വന്നു? അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ആരും ചിന്തിക്കാതെ പോകുന്നത്. അപ്പം മോറോവർ, ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണത് മനുഷ്യരിൽ മാത്രം ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ്. വൈറസ് ഇപ്പം മനുഷ്യരിൽ ബാധിക്കുന്ന, ഫോർ എക്സാമ്പിൾ വവ്വാലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ പന്നികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ വവ്വാലോ പന്നിയോ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോ വൈറസ് ബാധിച്ചതിൻ്റെ പേരിൽ മരണം സംഭവിക്കുന്നില്ല. അതിന് വിഷമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വിഷം കഴിച്ച് മൃഗങ്ങളൊക്കെ ചത്ത് വീഴുന്നതല്ലാതെ ഒരു കാരണവശാലും അവർക്കത് എഫക്റ്റഡ് ആണെങ്കിൽ അവരതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്ന വെച്ചാൽ അവർക്ക് സഫീഷ്യൻ്റായിട്ട് ആ വൈറസിനെതിരെ ഏത് ആൻറ്റിബോഡിയാണോ സ്പെസിഫിക് ഉൽപ്പാദിപ്പിക്കുന്ന ആ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാളും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മനുഷ്യനതില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് പിന്നെ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ ഹോമിയോപ്പതി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോ ഓഫ് ക്യൂർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അഫോർസൻ നമ്പർ 31 എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ, ഒരു റൂളുണ്ട്. ആ റൂൾ അല്ലെങ്കിൽ അത് ഇൻസ്ട്രക്ഷനാണ്. ഏതൊരു ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയാലും ശരി, ഏതൊരു അലോപ്പതി ഡോക്ടർ ആയാലും ശരി, പാലിക്കപ്പെടേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരു റൂളാണത്. ആ റൂൾ ഇങ്ങനെയാണ് പറയുന്നത്: any chemical substance when comes to our body, അത് പോയിസൺ ആവാം, അല്ലെങ്കിൽ അതൊരു ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, മറ്റുള്ള എന്തും ആവാം. when it comes to our body, unless we dispose to them എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വിധേയരാകുന്നില്ലെങ്കിൽ, എങ്ങനെയാണ് വിധേയത വരുന്നതെന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ അതിന് വിധേയരാവണമെന്നല്ല പറയുന്നത്, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അതിനെ ഡിസ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഭരിക്കും. സ്വാഭാവികമായിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻറ്റിബോഡി ഉണ്ടാകാൻ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക്, നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും ഹോസ്റ്റ് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ
സെല്ലിലേക്ക് പോകും. സെല്ലിൽ പെnetrate ചെയ്ത് അവിടെ കിടന്ന് അതിൻ്റെ റെപ്ലിക്കേഷൻ മെക്കാനിസം ഉണ്ട്, അത് അവിടെ നിന്ന് റിപ്ലിക്കേറ്റ് ചെയ്യും. അത് ഹൈജാക്ക് സെൽ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ RNA ആണെങ്കിൽ ഏത് വൈറസാണോ ആ വൈറസിൻ്റെ റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലിനെ ഹോസ്റ്റ് സെല്ലാണ്. ഈ ഹോസ്റ്റ് സെൽ എന്ത് ചെയ്യും? ഞാൻ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ അലാം നൽകും. ഇപ്പം നമ്മൾക്കൊരു കയ്യോ കാലോ മുറിഞ്ഞൊരു വേദന അനുഭവം നമുക്ക് കിടന്ന് അലറി വിളിക്കാറുണ്ട്, നമുക്കൊരു ആപത്ത് നിന്ന് അലറി വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവർ ഈ ഹോസ്റ്റ് സെല്ല് ഇൻക്രീസ് ആയിട്ട് വളരെയധികം കൂടുതലായിട്ട് സൈറ്റോകൈനൊക്കെ ഉൽപ്പാദിപ്പിച്ച് സിഗ്നലിംഗ് എൻസൈം ഉൽപ്പാദിപ്പിക്കും. സ്വാഭാവികമായിട്ട് സിഗ്നലിംഗ് എൻസൈം സൈറ്റോകൈൻ ഇന്റർലൂക്കിൻസ് എന്ന് പറയുന്ന ധാരാളം സിഗ്നലിംഗ് എൻസൈംസ് ഉണ്ട്. ഇത് എന്നിട്ട് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റിസപ്റ്ററുകളിൽ ചെന്നിട്ട് ഇത് ലോക്ക് ചെയ്യുകയും അവർക്ക് സ്റ്റിമുലേഷൻ കൊടുക്കുകയും ലിംഫോസൈറ്റ്സ് ടി സെൽസും അതുപോലെ ബി ലിംഫോസൈറ്റ്സും ആക്റ്റീവ് ആകുകയും ടി സെൽസ് ആക്റ്റീവ് ആകുന്ന സ്ഥലത്ത് ടി സെൽസ് ആക്റ്റീവ് ചെയ്യുക. ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞു പോവുകയാണ്. പിന്നെ ഉടനെ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷനിലേക്ക് മാറുകയും ചെയ്യും. ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷനിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ഈവൻ ദോ ആനിമൽസിനകത്ത് പെട്ടെന്ന് കഴിയുന്ന ഹ്യൂമൻസിന് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന കണ്ടീഷനിലാണ് നമ്മളതിനെ ഡിസ്പോസ്ഡ് ആവുന്നത് പറയുന്നത്. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഡിസ്പോസ് ആകുന്നില്ല, മൃഗങ്ങൾ അതിനെ ഡിസ്പോസ് ആകാത്തതുകൊണ്ട് ഈ പറയുന്ന വൈറസൊന്നും അതിനെ എഫക്റ്റ് ഇല്ല. ദർ ഇസ് നോ പവർ ഫോർ സച്ച് വൈറസ് ടു ഓവർകം ദ സെൽസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ അപകടകാരിയായ സെൽസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ സെല്ലാണ്. വൈറസ് അതിൻ്റെ മുമ്പിലൊന്നുമല്ല. പക്ഷേ ആ അപകടകാരിയായ സെല്ലായ ഹ്യൂമൻ സെല്ല് വീക്കാവുന്ന സമയത്താണ് ഇവരിതിനെ ഓവർകം ചെയ്തു വരുന്നത്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പം ഞാൻ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുടുംബത്തിലൊരു വ്യക്തി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമില്ല. പക്ഷെ നിങ്ങളെക്കാളും എന്നേക്കാളും നല്ല ശക്തിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പനി പിടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് ഞാൻ വന്നൊരു തള്ളുകൾ കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് നിലപ്പതിച്ച് വീഴും. അപ്പോൾ എന്താ, നിങ്ങൾ എനിക്ക് ഡിസ്പോസ്ഡ് ആയി, കാരണം നിങ്ങൾ വീക്കായത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ പ്രധാന പോയിന്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് കാരണമാണ് എടുത്ത് പറയുന്നത് പിന്നെ വൈറസിനെയും ബാക്ടീരിയയും അല്ല പേടിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പേടിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ പനി പിടിച്ചിരിക്കുന്നതിന് തുല്യമാണ്, വീക്കായിരിക്കുന്ന സാഹചര്യമാണ്. സോ അതുകൊണ്ട് പല ആർഗ്യുമെന്റ്സുകളും കേട്ട് ഹോമിയോപ്പതി സിസ്റ്റത്തെ കുറിച്ച് അറിയാൻ വയ്യാതെ വാദോരാതെ വർത്തമാനം പറയുന്നതിൽ ശരിയല്ല. കാരണം ഹോമിയോപ്പതി സിസ്റ്റം എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ യു കം ടു ഹോമിയോപ്പതി മെഡിസിൻ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ബൈബിൾ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. ഇപ്പോൾ ബൈബിളിനെ കുറിച്ച് ബൈബിൾ കണ്ടിട്ടുമില്ലാത്ത ഒരാൾ, ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ആൾ, ബൈബിൾ എന്താണെന്ന് അറിയാത്ത ഒരാൾ, ഖുറാൻ എന്താണെന്ന് അറിയാത്ത ആൾ, വേദപുസ്തകങ്ങൾ ഋഗ്വേദം അല്ലെങ്കിൽ യജുർവേദം, സാമവേദം, അഥർവവേദം, അല്ലെങ്കിൽ ഗീതങ്ങൾ, ഭഗവത്ഗീതയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാതെ ഞാൻ അതിനെക്കുറിച്ച് ഘോരവർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കിന് മനസ്സിലാവും ഇത് പറയുന്ന ആൾക്കാരുള്ള വിവരമില്ല എന്നുള്ളത്. അത് ചില ആൾക്കാരുടെ ഹോമിയോപ്പതി മെഡിസിന് മലേറിയ കൊടുക്കുന്ന മരുന്നാണ്, മലേറിയയിൽ നിന്ന് സിങ്കോണ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുള്ള മെഡിസിനാണെന്നും, സിങ്കോണ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ട്രയൽ മാത്രമാണ്. മലേറിയ പിടിച്ച് എത്ര പേര് മരിച്ചു പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ചില വാട്സപ്പ് മെസ്സേജിൽ ചില ഡോക്ടർമാർ തന്നെ പറയുന്നത്. ഞാൻ ആലോചിക്കും, ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതേ പണിയുള്ളൂ. അവർക്ക് രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ പറ്റുമെങ്കിൽ അതിലല്ലേ കോൺസെൻട്രേഷൻ സ്റ്റഡിയും നല്ല റിസർച്ചും ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ സിസ്റ്റത്തിലെ പോരായ്മ കണ്ടെത്തുന്നെങ്കിൽ അവർക്ക് വേറെ പണിയില്ലെങ്കിട്ടാണോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ അവർ ചോദിച്ചൊരു കാര്യത്തിന് വ്യക്തമായ ഉത്തരം ഞാൻ നൽകാൻ തയ്യാറാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സും കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ട് പറയാൻ മറുപടി, പക്ഷേ അവർക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മറുപടി കൊടുക്കുകയാണ്. ഈ പറയുന്ന മറ്റുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് കൂടെയാണ്. പബ്ലിക്കിന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഡോക്ടർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുറച്ച് ഡോക്ടർമാരെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പബ്ലിക്കിന് തെറ്റിദ്ധരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ മലേറിയക്ക് ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മലേറിയ വന്ന് ഇന്ത്യയിൽ പലരും മരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് മലേറിയയോട് ഹോമിയോപ്പതി മരുന്നുകൊണ്ട് അവരൊന്നും രക്ഷിക്കുന്നില്ല? രക്ഷിക്കുന്നുണ്ടല്ലോ. എത്ര പേരുടെ ലിസ്റ്റാണ് മലേറിയ വന്ന് മരിക്കുന്നത് ഈ പറഞ്ഞ ഡോക്ടറെ ഞങ്ങളുടെ കയ്യിൽ തരൂ. ഞങ്ങൾ അവർക്ക് മെഡിക്കൽ ക്യാമ്പും കാര്യം കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരികയാണെങ്കിൽ ഞങ്ങളതനുസരിച്ച് അത്രയും പേരുടെ 1 2 പേരോ 10 പേരോ 100 പേര് 200 പേരെയൊക്കെ ഞങ്ങൾക്കൊരു ഡോക്ടർ നോക്കാൻ പറ്റും. അല്ലാതെ 10,000 പേർക്ക് മലേറിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണിത്. ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകും, ഞങ്ങൾ അവരുടെ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്താം. ഒരാൾ പോലും മരിക്കത്തില്ല മലേറിയ വന്നിട്ട്. അതിൽ യാതൊരു തർക്കത്തില്ല. കാരണം വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രയാസപ്പെട്ട് റിസർച്ച് ആറാണ്ടിൽ നന്നായിട്ട് പ്രൈവറ്റ് ആറാണ്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ കേരള സ്റ്റേറ്റിൽ പനത്തടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ 2007 എപ്പിഡമിക് വന്നു പറഞ്ഞപ്പം ഈ പറയുന്ന അലോപ്പതി സിസ്റ്റവും പല സിസ്റ്റവും അവിടെ വന്നിട്ട് പല കാര്യങ്ങളും നടത്തി നോക്കി, രക്ഷയില്ല. ഡിസീസ് വന്ന് ചിക്കൻഗുനിയെ ബാധിച്ചിട്ട് ആ പടം വഷളായി. ഒരു സിംഗിൾ സർവേ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ സർവേ നടത്തിയിട്ടുള്ളതാണ്.
അവിടെ ഏകദേശം 1400 പേരും പേഷ്യൻസിനെ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് നോക്കി മാറ്റി ഒരു ഫോളോ അപ്പ് ക്യാമ്പ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് വീണ്ടും 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് അവരുടെ രോഗം പൂർണ്ണമായി മാറിയതിനു ശേഷമാണ് കംപ്ലീറ്റ് ക്യാമ്പ് ക്ലോസ് ചെയ്തത്. ആ സമയത്ത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും താഴത്തുള്ള ഒരു ഓഫീസാണ് പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പഞ്ചായത്തിൽ ഇപ്പോഴും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പബ്ലിക്കിന് അറിയാൻ പറ്റും ഹൂ വാസ് ഹെൽപ്പ് ദം. ഒരു എപ്പിഡമിക്കാ വന്നത്, ഈ മലേറിയ പോലുള്ള ഒരു എപ്പിഡമിക്ക, ചിക്കൻ ഗുനിയ എന്ന് പറയുമ്പോൾ ആൾക്കാർ മരിച്ചു പോകുന്നു, ഡെങ്കു ഒന്നും മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ ചിക്കൻ ഗുനിയ വന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ഹോമിയോപ്പതിയാണ്. അലോപ്പതി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അലോപ്പതി കുറ്റം പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അലോപ്പതിക്കാർ ഹോമിയോപ്പതിയെ കുറിച്ച് കുറ്റം പറയാൻ നടക്കുന്ന അറിയാൻ വേണ്ട കാര്യം പറയാൻ പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, മലേറിയ വരെ നിങ്ങൾ ലിസ്റ്റ് തരൂ എത്ര എവിടെയൊക്കെ മലേറിയ രോഗികളുണ്ടെന്നുള്ളത്. ഞങ്ങൾ അവിടെ പോയി ക്യാമ്പ് നടത്താം, ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് നടത്താം. ഞങ്ങൾക്കുള്ള ചിലവ് നിങ്ങൾ തന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ സർക്കാർ വരുന്ന വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ അറിയാൻ വേണ്ട കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പാടില്ല. ഒന്ന്, പിന്നെ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടില്ലെന്ന്. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ല കാന്തിക ആകർഷണബലം. നിങ്ങൾ ആ കാന്തിക ആകർഷണബലം എങ്ങനെ ഉണ്ടാകുന്നു സയൻറ്റിഫിക് ആയിട്ട് തെളിയിക്കാമോ? സൂര്യനിൽ നിന്നും എനർജി ഉണ്ടാകും. നിങ്ങൾ അതൊന്ന് തെളിയിക്കാമോ? നിങ്ങൾക്ക് കഴിയാൻ വയ്യാത്ത, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഹോമിയോപ്പതിയിൽ സയൻസ് ഉണ്ട്, ഹോമിയോപ്പതിയിൽ ബേസിക് സയൻസ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു ചക്രം കറങ്ങുന്നുണ്ടെങ്കിൽ ആ ചക്രം കറങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു എനർജി ഉണ്ട്. എനർജി ഇല്ലാതെ ചക്രം വെറുതെ ഇരുന്ന് കറങ്ങത്തില്ല. ഒന്നിൽ കാറ്റ് വന്ന് അടിക്കണം, അപ്പോൾ ചക്രം തനിയെ കറങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും കറങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ മോട്ടോർ ഫിറ്റ് ചെയ്യണം, എന്നാലേ അത് മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ ഒരു കറക്കമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഫോഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹോമിയോപ്പതി മെഡിസിന് ആക്ഷനുണ്ട്, ആക്ഷൻ ഇല്ല എന്നുള്ള വളരെയധികം ആക്ഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സിസ്റ്റമിക് അങ്ങനെയാണ്. അപ്പം അതിൽ വ്യക്തമാണ്. പക്ഷേ അലോപ്പതിയുടെ മെഡിസിൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അലോപ്പതിയുടെ മെഡിസിൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അലോപ്പതിയുടെ മെഡിസിൻ ചെയ്യുന്നത് സപ്രഷൻ മാത്രമാണ്. ഇപ്പോൾ അലോപ്പതിക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത് സപ്രഷൻ അബദ്ധമാണ്. അതുകൊണ്ട് ഇൻസ്പിറേഷൻ വേണം. എന്താണ് ഇൻസ്പിറേഷൻ? സ്റ്റിമുലേഷൻ കൊടുക്കണം. എങ്ങനെയാണ് സ്റ്റിമുലേഷൻ? പ്ലാസ്മ തെറപ്പി, ആൻറ്റിബോഡി തെറപ്പി. ഏത് സിസ്റ്റം മെഡിസിനാണ് നിങ്ങൾ പ്ലാസ്മ തെറപ്പി, ആൻറ്റിബോഡി തെറപ്പി ചെയ്യുന്നത്? ഏത് സിസ്റ്റത്തിനെ ബേസ് ചെയ്താണ്? അലോപ്പതിയുടെ സിസ്റ്റമാണോ? അലോപ്പതിയിൽ എന്ന് പറയുമ്പം നിങ്ങളിതിൻ്റെ ഒരു ഡിസീസിനെ ഇല്ലാതാക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസീസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ബാക്ടീരിയ കൊണ്ട്, എന്തുകൊണ്ട് വൈറസ് ഡിസീസിന് നിങ്ങൾക്ക് ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം വൈറസിന് വേണമെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പം നാച്ചുറൽ ലോ ഓഫ് ക്യൂർ വേണം. ആ നാച്ചുറൽ ലോ ഓഫ് ക്യൂർ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ ആയുർവേദം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹോമിയോപ്പതി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിദ്ധ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അക്യൂപഞ്ചർ സിസ്റ്റമൊക്കെ ചെയ്യുന്നുണ്ട്. അലോപ്പതിയിൽ തന്നെ നാച്ചുറൽ ലോ ഓഫ് ക്യൂർ ഇല്ല എന്നുള്ളതാണ്. പിന്നെ സർജറി ഹോമിയോപ്പതിയിലും ഉണ്ട്, സർജറി ആയുർവേദത്തിലും ഉണ്ട്, അലോപ്പതിയിലും ഉണ്ട് സർജറി. MBBS കഴിഞ്ഞ ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതിൽ MS മാസ്റ്റർ ഡിഗ്രി എടുക്കണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, സർജറിൻ്റെ കൂടെ വർഷങ്ങളോളം നിന്നതിന് ശേഷമാണ്. ഇതൊരു ഹോമിയോപ്പതി ഡോക്ടറിനോ ഒരു ആയുർവേദത്തിനോ അത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. MBBS പഠിക്കുന്ന അതേ കോഴ്സ് തന്നെയാണ് BHMS ആയുർവേദത്തിനുള്ളൊക്കെ BMS ഉള്ളതാണ്. പിന്നെ ഇടിച്ച് തരുന്ന പബ്ലിക്കിനെ വെറുതെ പറ്റിക്കാന്നുള്ളതല്ലാതെ പബ്ലിക്കിനെ നിങ്ങൾ എത്രത്തോളം പറ്റിക്കുന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞോ? ഇതുപോലെ പബ്ലിക്കിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളത് കാര്യം മറക്കരുത് എന്നുള്ളത് വേണം ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അത് കൂടാതെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസിബോ എഫക്റ്റ് ആണ്. എന്താണ് നിങ്ങൾ പ്ലാസിബോ കൊണ്ട് ചെയ്യുന്നത്? ഞങ്ങൾ പ്ലാസിബോ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി നിങ്ങൾ പ്ലാസിബോ ഉപയോഗിക്കാറില്ലേ? അലോപ്പതിക്കാർ പ്ലാസിബോ ഉപയോഗിക്കാറില്ലേ? ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്താണെന്ന് അറിയാമോ? പ്ലാസിബോ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അലോപ്പതിക്കാർ. പിന്നെ പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളും പ്ലാസിബോ എഫക്റ്റ് യൂസ് ചെയ്യാറുണ്ട്, മനസ്സിലായോ? ഇപ്പോൾ പ്ലാസിബോ എഫക്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാതെ അറിയാതെ പറയരുത്. പിന്നെ റിസർച്ച് നടത്തിയിട്ടില്ല. നിങ്ങളെക്കാൾ കൂടുതൽ റിസർച്ച് നടത്തുന്നത് ഹോമിയോപ്പതിയിലെ ഡോക്ടേഴ്സ്. നിങ്ങൾ എന്ത് റിസർച്ച് നടത്തി? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്നേ വരെ ഒരു ഈവൻ ഏതെങ്കിലും ഒരു വൈറസിന് ഒരു മെഡിസിൻ കണ്ടെത്താൻ ഒരു റിസർച്ച് പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. കാരണം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ റിസർച്ച് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്യാൻ തയ്യാറായും ചെയ്ത് പല കാര്യങ്ങൾ നടക്കുന്നത്. അത് ഇപ്പോഴും പ്രൊസീഡിങ്സിലാണ്. ഡോക്ടർ രശ്മീർ അറോറ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇന്നേ വരെ ICMR ഒരു റിസർച്ച് നടത്തി പ്രോട്ടോകോൾ അവർ ഔട്ട്കം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്താ കഴിയാത്തത്? ഫണ്ട് ചിലവാകുന്നുണ്ട്, അതെനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കുക. എനിക്ക് അതിൻ്റെ അന്വേഷിക്കേണ്ട കാര്യമില്ല. റിസർച്ചിന് വേണ്ടി ധാരാളം ഫണ്ട് ചിലവാകുന്നുണ്ട്. ഓരോ PhD പോലും ചെയ്യാതിരിക്കുന്നില്ല, PhD പോലും പലതും വരുന്നുണ്ട്. പക്ഷെ ഒരു ഔട്ട്കം പോലും പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുള്ളത്. എന്ത് PhD ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് എന്താ ബെനിഫിറ്റ്? PhD, വാട്ട് യു മീൻ ബൈ PhD? വെറുതെ നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടാനോ നിങ്ങൾക്കൊരു പോസ്റ്റ് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ PhD ഈ യൂണിവേഴ്സിറ്റികളും UGCകളും തരുന്നതല്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്റ്റഡി നടത്തി, ഒരു സർവേ നടത്തി, റിസർച്ച് നടത്തി, നിങ്ങളുടെ പ്രയത്നം നടത്തി പബ്ലിക്കിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PhD വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടി, അവിടെ കരസ്ഥമാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതല്ല. ഈ PhDയും അതുപോലെ തന്നെ ഡോക്ടറേറ്റും കാര്യങ്ങളും തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി. അത്തരത്തിൽ എത്രത്തോളം PhD നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ തോരാതെ വായി തോന്നുന്ന വിളിച്ച് പറയുന്ന സിസ്റ്റം അത് ആർക്കും കഴിയും, ഏത് പൊട്ടന്മാർക്കും കഴിയുന്നുള്ളതാണ്.
പക്ഷേ അത് ഏത് പൊട്ടന്മാർക്കും കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, പൊട്ടന്മാരല്ല, ബുദ്ധിമാന്മാർക്ക് മാത്രമല്ല കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമാരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ സ്റ്റഡിയിൽ, നിങ്ങളുടെ റിസർച്ചിൽ, നിങ്ങൾ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സമയം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു വയ്ക്കും നിങ്ങൾ. ഓക്കെ. അതുകൂടാതെ ഹോമിയോപ്പതിയിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ മെഡിസിൻ സയൻറ്റിഫിക് ആയിട്ട് വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള, കാരണം ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയിൽ സയൻറ്റിഫിക് ആണ്. അത് വർഷങ്ങൾ കൊണ്ട് പ്രൂവ് ചെയ്ത് വരുന്നത്, അല്ലാതെ ഇന്നലെ പോയി പ്രൂവ് ചെയ്ത കാര്യമൊന്നുമില്ല, അല്ലാതെ ഇനി 2 ദിവസം കൊണ്ട് പ്രൂവ് ചെയ്യുന്ന കാര്യമില്ല. വർഷങ്ങളായിട്ട് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ള ധാരാളം ആരോഗ്യമുള്ള ആൾക്കാർ. അതായത് phase 1 സ്റ്റഡി, phase 2 സ്റ്റഡി, phase 3 സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യാറുണ്ട്. മെഡിക്കൽ സയൻസിൽ അത് ചെയ്യണം റിസർച്ചിന് വേണ്ടിയിട്ട്. അങ്ങനെ ഹെൽത്തി പേഴ്സൺസ് നിങ്ങൾ സ്റ്റഡി ചെയ്യാറില്ലേ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ, വാക്സിൻ്റെ ഇഞ്ചക്ഷൻ പരീക്ഷണം നടത്തുന്ന ഹെൽത്തി പേഴ്സണിലുള്ള ആദ്യത്തെ ചെയ്യുന്നത്. ആനിമൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹെൽത്തി പേഴ്സണിലെ പ്രൂവിങ് ഞങ്ങൾ ഓൾറെഡി നടത്തിയിട്ടുള്ളതാണ്. ഹോമിയോപ്പതിയിലെ മെറ്റീരിയൽ മേടിക്കുക എന്ന് പറയുമ്പോൾ ഹെൽത്തി വ്യക്തികൾ, ഹെൽത്തി പേഴ്സണെ സെലക്ട് ചെയ്തിട്ട് 1000, 10,000 അതിൽ പരം ആൾക്കാരിൽ ഒരു മെഡിസിൻ തന്നെ എടുത്ത് വിവിധ രാജ്യങ്ങളിലുള്ള, വിവിധ കാറ്റഗറിയിലുള്ള, വിവിധ നിറങ്ങളിലുള്ള, വിവിധ കോൺസ്റ്റിറ്റ്യൂഷനുള്ള, വണ്ണം കുറഞ്ഞതും വണ്ണം കൂടിയതും, ഒബിസിറ്റി ഉള്ളതും ഒബിസിറ്റി ഇല്ലാത്തവരും, ഒരുമാതിരി ഹെൽത്ത് ഉള്ള വ്യക്തികളെ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് കുട്ടികളായാലും ശരി, പ്രായപ്പെട്ടുള്ളവരും ശരി, പിന്നെ സെക്സ് പരമായിട്ട്, അതായത് മെയിലോ ഫീമെയിലോ ആക്കി നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് സ്റ്റഡി നടത്തി ഡ്രഗ് പ്രൂവ് ചെയ്ത് ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് ഒരു ഡ്രഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെഡിസിൻ ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നത്. മോറോവർ മെഡിസിനൽ കണ്ടന്റ് അതിൻ്റെ അകത്ത് വളരെ നാനോ പാർട്ടിക്കിൾസാണ്. മെഡിസിൻ കണ്ടന്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മെഡിസിൻ കണ്ടന്റ് ഉള്ളത് തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, മനസ്സിലായി? അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് മാജിക് ഒരു മാജിക്കൽ റെമഡി അല്ല ഹോമിയോപ്പതി. ഓക്കെ, മെഡിസിനൽ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ബെലഡോണ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ബെലഡോണ എന്ന് പറയുന്ന മെഡിസിൻ ബെലഡോണ തന്നെ എഫക്റ്റ് ചെയ്യണം, അല്ലാതെ അതിന് വേറെ പൾസാറ്റിൽ എടുത്തിട്ട് കാര്യമില്ല. ബെലഡോണയുടെ പവർ ബെലഡോണയ്ക്ക് തന്നെയുണ്ട്, പൾസാറ്റിലെ പവർ പൾസാർ. അപ്പോൾ അത് മെറ്റീരിയൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ പറയാൻ ബെലഡോണ വിഷക്കായാണ്, പൾസാറ്റിൽ ഒരു ചെടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിനായിട്ടുള്ള പ്രത്യേകത ആയുർവേദത്തിൻ്റെ കടഞ്ഞെടുത്ത ഭാഗമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കൺമുമ്പിൽ കണ്ട ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന, ചെടിയിൽ നിന്ന് ഔഷധ ചെടിയാണ്. അപ്പം അലോപ്പതിയിൽ എന്ത് ചെടിയാണുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പം ഞാൻ അലോപ്പതിയെക്കുറിച്ച് കുറ്റം പറയുന്നില്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ പറയിപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവതും വേഗത്തിൽ നിങ്ങൾ റിസർച്ചിലേക്ക് തുടങ്ങി. ഈ മറ്റുള്ളവരെ പഴിയായിരുന്ന സമയം കൊണ്ട് അത്രയും നേരം നിങ്ങൾ 10 രോഗികൾക്ക് അല്ലെങ്കിൽ രോഗം കൊണ്ട് വേദന അനുഭവിക്കുന്നവർക്ക് ഒരു നല്ല ശുശ്രൂഷ കൊടുക്കാൻ നിങ്ങൾ ഒരു റിസർച്ച് നടത്തൂ. നിങ്ങൾ MD എടുക്കൂ, PhD ചെയ്യൂ, പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യൂ. അല്ലാതെ ഇപ്പം നിങ്ങൾ അതൊന്നും ചെയ്യാതെ ആൻറ്റിബോഡി വല്ലവൻ്റെ അടുത്ത് ആൻറ്റിബോഡി, ആരോഗ്യമുള്ളവർക്ക് ആൻറ്റിബോഡി ഉണ്ട്, ആ ആൻറ്റിബോഡി എടുത്തിട്ട് തിരിച്ച് കുത്തിവെക്കുന്നതാണോ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്? ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. അതിലുപരി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്. ആ നാച്ചുറൽ ഇമ്മ്യൂണോ തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നാച്ചുറൽ ഇമ്മ്യൂണോ തെറാപ്പിയെക്കുറിച്ച് ഇപ്പോൾ മോഡേൺ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഇതിൽ നിന്നും ഉണ്ടായിരുന്നതല്ല. പ്ലേഗ് ഫോർമേഷൻ, പ്ലേഗ്, വസൂരി, പ്ലേഗ്, മലേറിയ, അതുപോലെ തന്നെ പല പോളിയോ, അങ്ങനെയുള്ള പല അസുഖങ്ങളൊന്നും 1000, 10,000 ഇതുപോലെ വർഷം 200, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളതാണ്. അപ്പം അന്നൊന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇപ്പോഴും അതേ അവസ്ഥ ഉണ്ടായപ്പോൾ ഇപ്പോഴും കുത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. അതല്ല, നിങ്ങളൊന്ന് ഉണരൂ. നിങ്ങൾ ഉണർന്നിട്ട് നിങ്ങൾ വേണ്ടത് ചെയ്യൂ. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി ഞാൻ മൊത്തമായിട്ട് കണ്ടിട്ടില്ല, ഞാൻ അടുത്ത ഏതെങ്കിലും ഇതുപോലെ ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എത്രയോ ധാരാളം ആൾക്കാർ ഹോമിയോപ്പതി ഡോക്ടർമാർ മരുന്ന് വാങ്ങിച്ച് പല അസുഖങ്ങളും മാറ്റിയിട്ടുണ്ട്, സയൻറ്റിഫിക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈവൻ സയൻറ്റിഫിക് ഡോക്യുമെൻ്റ് ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് ആൻറ്റിബോഡി കൂടുതലുണ്ടായ ഹിസ്റ്ററി സയൻറ്റിഫിക്കായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹോമിയോപ്പതി മരുന്ന് കൊടുത്തതിന് ശേഷം IgM എന്നുള്ളത് ഹൈ ലെവലിൽ ചെക്കുമുരിയുടെ വന്നിരുന്നത് വെറും 15 ദിവസം കൊണ്ട് IgM ലെവൽ ലോ ആയി. ഹോമിയോപ്പതി മെഡിസിൻ്റെ എഫക്റ്റ് സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊടുക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് എനിക്ക് വിതരണം ചെയ്യാനൊന്നും പറ്റത്തില്ല. ആർട്ടിക്കിൾ എഴുതാമെന്ന് വെച്ചാൽ ആർട്ടിക്കിളൊക്കെ എഴുതുന്നുണ്ട്, അതിൻ്റെ സമയമായിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ അത് എഴുതുന്നുണ്ട്, അതിൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. കാരണം വെറുതെ ഒരു പേപ്പർ എഴുതുന്ന പോലെ ആർട്ടിക്കിൾ എഴുതാൻ പറ്റില്ല. ആർട്ടിക്കിൾ എന്ന ഇൻ്റർനാഷണൽ ലെവലിൽ മൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ഇതുണ്ടാവും, അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും കവർ ചെയ്യേണ്ടതുണ്ട്. അത് സയൻറ്റിഫിക് ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ഡേറ്റ വെച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യായിരിക്കും. നിങ്ങൾ ആർട്ടിക്കിൾ പബ്ലിഷ് നിങ്ങളുടെ സാറിനോട് നിങ്ങളോട് പബ്ലിഷ് ചെയ്യുക, നിങ്ങൾ പഠിക്കൂ. ഇത് അല്ലാതെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് അങ്ങനെ അതപ്പതിച്ച് പറയുന്ന രീതി ഒരു ശരിയായ രീതിയായിട്ട് ജനങ്ങൾ അംഗീകരിക്കത്തില്ല, മനസ്സിലായോ? സാധാരണ ജനങ്ങളെ വിദ്യാഭ്യാസം പഴയ പോലെയല്ല ജനങ്ങൾ. പണ്ടൊന്നും കർഷകരെന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്.
പഴയ കാലത്ത് ഒരു 300-400 കൊല്ലം ആ കാലഘട്ടമല്ലേ ഇത്. ഇന്ന് ഏത് കുട്ടിക്കും മൊബൈലിലൂടെ എല്ലാ ആക്ടിവിറ്റീസ് കാണാൻ മനസ്സിലാക്കാൻ കഴിയും. ഈ കൊച്ചു കുട്ടികൾ 4-5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാം. പ്രായമായിട്ടുള്ള അറിയത്തില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാം, അവർക്ക് പിക്ചർ എൻലാർജ് ചെയ്യാൻ അറിയാം, അവർക്ക് മെസ്സേജുകൾ അയക്കാൻ അറിയാം. അങ്ങനത്തെ ഒരു തലമുറയെ പറ്റിക്കാൻ നോക്കരുത്. നിങ്ങൾ അറിയാതെയാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ അത് ശരിയായ രീതിയല്ല. നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളുടെ വിലപ്പെട്ട സമയം അങ്ങനെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ആരെയും കുറ്റം പറയാനൊന്നും വരുന്നില്ല. പിന്നെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും വേദനയുള്ള കാര്യമാണ്. കഴിഞ്ഞിടയ്ക്ക് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഒരു കെമിസ്റ്റ് ഇങ്ങനെ പറയുന്നത് പ്ലാസിബോ എഫക്റ്റ് ആണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, തുറന്നു ചോദിക്കുകയാണ്, ഹോമിയോപ്പതിക് മെഡിസിനിൽ പ്ലാസിബോ എഫക്റ്റ് ആണ്, സയൻസിലെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഡിക്ലെയർ ചെയ്ത് നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ് ഹോമിയോപ്പതി മെഡിസിനിലും പ്ലാസിബോ എഫക്റ്റ് സയൻസിലും. ഞാൻ പ്രൂവ് ചെയ്ത് തരാം സയൻസ് ഉണ്ട്, പ്ലാസിബോ എഫക്റ്റ് ഉള്ള സയൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് തരികയാണെങ്കിൽ ആ നോബൽ പ്രൈസ് എനിക്ക് രേഖാമൂലം കൈമാറാൻ തയ്യാറാകുകയും അതിനുള്ള ചാർജ് തരാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ തയ്യാറാണോ? ആണെങ്കിൽ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സാധിക്കുമോ? ഇതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി കൊണ്ട് എത്രയോ രോഗികൾക്ക് രോഗം മാറ്റിയിട്ടുണ്ട്. ആസ്മ ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. തൈറോയിഡിൻ്റെ പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. പാമ്പ് കടിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് റെക്കോർഡ്സ് ഉണ്ടല്ലോ, വെറുതെ പറയുന്നതെന്നല്ല. അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മറുപടി തരാം, ഡോക്യുമെൻറ്റ് തരാൻ പറ്റും. സോറിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. സ്കിൻ പ്രോബ്ലംസ്, കോസ്മെറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ മറ്റുള്ള അലർജിക് പ്രോബ്ലംസുമായിട്ട് കാണപ്പെടുന്ന പല അസുഖങ്ങളുടെ പിന്നിലുള്ള പല കാരണങ്ങൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി സയൻറ്റിഫിക്കായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളില്ലാതെ വന്നിരിക്കുന്ന ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ മേഖലയിൽ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ 3rd സ്റ്റേജിലേക്ക് ഞവില് പോലെ അല്ലെങ്കിൽ ആ വെള്ളം പോലെ ലിവർ മറ്റുള്ള അവയവങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആർക്കും റെഡിയാക്കാൻ പറ്റുന്നില്ല. പിന്നെ ക്യാൻസറിലേക്ക് വരാതിരിക്കാൻ പേഷ്യൻസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോഡിയം ലെവലിൻ്റെ കാര്യം, മറ്റുള്ള മിനറൽ ലെവലിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കി കൃത്യമായിട്ട് പറയാനൊക്കെ കഴിയുന്നുണ്ട്. അത് ഒരു പരിധിവരെ അതിൽ ക്യാൻസറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ പേഷ്യൻസിനെ മാറ്റിയിട്ടുണ്ട്. ഹാർട്ട് ഡിസീസ് വന്നിട്ടുള്ളവർ, സർജറി ചെയ്തിട്ടുള്ളവരുടെ പിന്നീട് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. ഹാർട്ട് ഡിസീസ് ഉണ്ടാകാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. എന്തെങ്ങനെയാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നത്? ഇസ്കീമിയ കണ്ടീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റെനോസിസ് ഫോർമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആർത്രോസ്ക്ലെറോസിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആർട്ടീരിയോസ്ക്ലെറോസിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അനേറിസം ഉണ്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജ് ഉണ്ടാവാം, വീക്ക്നെസ് ഉണ്ടാവും, ഹൈപ്പോകാലീമിയ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനായാലും ശരി, ആസ്മറ്റിക് കണ്ടീഷനായാലും ശരി, ഡെർമറ്റോളജി വിഭാഗത്തിനായാലും ശരി, ന്യൂമോണിക്കായാലും ശരി, ഏത് കണ്ടീഷനാണെങ്കിലും ശരി, ഞങ്ങൾ ബാക്ടീരിയ വൈറസൊന്നും പേടിക്കാൻ പോകുന്നില്ല. ഒരു മൃഗവും പേടിക്കാൻ പോകുന്നില്ല. അയ്യോ എനിക്ക് ന്യൂമോണിയ ബാധിച്ചതെന്ന് പറഞ്ഞൊരു സിംഹം അവിടെ വന്നിട്ട് ഒരു ഡോക്ടറിന് ഒരു മരുന്ന് കഴിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു നായക്കുട്ടിയാണെങ്കിലും ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അയ്യോ എനിക്ക് ചുമയുണ്ട്, ആസ്മയാണെന്ന് പറഞ്ഞ് നടക്കാറില്ല. കാരണം അവർക്കൊന്നും ഇല്ലതാനും. അതാണ് എൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം. കുറേ പറയുമ്പം ഉള്ളിൽ ചിരിയും വരുന്ന സങ്കടവും ഉണ്ട്, എല്ലാം ഉണ്ട്. പറഞ്ഞതേ ഉള്ളൂ, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നിങ്ങളുടെ വിലപ്പെട്ട സമയം എത്രയോ വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സില്ലേ, ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ദൈവം കഴിഞ്ഞ ഡോക്ടർമാരെയാണ് കണക്കാക്കുന്നത്. ദൈവത്തിന് ആ ഒരു ലെവലിലാണ് കാണുന്നത്. ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. ഡിവൈൻ പ്രൊഫഷനിൽ ഇരിക്കുന്നവർ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നും സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നതാവാം. പ്രേരിപ്പിക്കുന്നവർ പ്രേരിപ്പിച്ചാൽ അവരോട് നിങ്ങൾ മറുപടി കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലോ എസ്റ്റാബ്ലിഷ്മെൻറ്റോ അവർക്ക് വളരട്ടെ. ഇപ്പോൾ ഹോമിയോപ്പതിയിലും അവർക്ക് വളരാൻ കഴിയുമല്ലോ. അലോപ്പതിയിൽ ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്യുന്നവരോ അവർക്ക് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമല്ലോ. പുതിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണല്ലോ പുതിയ മെഡിസിൻസ് ഒക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് അവരെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും തിരുത്താൻ വരികയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞങ്ങളെ ഡിവൈൻ പ്രൊഫഷനാണ്. ഡിവൈൻ പ്രൊഫഷൻ അതിൻ്റെയായിട്ടുള്ള ഹിപ്പോക്രാറ്റീസ് ഓത്ത് നിങ്ങൾക്കറിയാമല്ലോ. ഹിപ്പോക്രാറ്റീസിൻ്റെ ഓത്ത് നിങ്ങൾക്കറിയാമല്ലോ. എത്തിക്സ് അറിയാമല്ലോ എന്താണെന്ന്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഉള്ളത്. ജീവിച്ചു നിങ്ങളെ സാമ്പത്തികം വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പത്തികം വാങ്ങിച്ച് നിങ്ങളുടെ നിലനിൽപ്പിനും മറ്റുള്ളവർക്ക്. ഞാനും വാങ്ങിക്കാറുണ്ട്, സാമ്പത്തികം വാങ്ങിക്കുന്നത് ട്രീറ്റ് ചെയ്ത് പൈസ വാങ്ങിക്കാറുണ്ട്, പൈസ വാങ്ങിക്കാതെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഉള്ളവൻ്റെ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തതിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. നിലനിൽപ്പ് നോക്കാറുണ്ട്, അല്ലാതെ ഒരു ആർഭാട ജീവിതം കൊണ്ട് നടക്കാറില്ല. ഒരു ഡോക്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തതിന് കൊടുക്കുക, ഇല്ലാത്തതിന് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിനിൽ വില കൂടിയ മെഡിസിൻസും ഉണ്ട്. ഇപ്പോൾ പാറ്റേൺ മെഡിസിൻ, ബയോഫംഗിൻ പോലുള്ള മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് 3200 രൂപ വിലയുള്ള 250 ml തന്നെ 800 മേലിൽ വിലയുണ്ട് ജർമ്മൻ മെഡിസിൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് ചില മെഡിസിൻസൊക്കെ ചില വ്യക്തികൾക്ക് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആവും. എന്നാൽ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിലുണ്ട്. ഈവൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ വരുന്ന പേഷ്യൻസിന് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കാത്തില്ല. ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റ് ചെയ്യാൻ ഹോമിയോപ്പതി നല്ല ഡോക്ടറിനെ കഴിയും. ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റ് ഈവൻ പാമ്പ് കടി കഴിഞ്ഞപ്പോഴും നിങ്ങൾ ആൻറ്റിവെനം സപ്പോർട്ട് ചെയ്യലായിരുന്നു. ആൻറ്റിവെനം സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ആൻറ്റിബോഡി ഉണ്ടാക്കിക്കൊണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതാണ് നാച്ചുറൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ സിസ്റ്റം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ നാച്ചുറൽ ഇമ്മ്യൂണോ തെറാപ്പിക്ക് വേറെ നിങ്ങളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യുന്നുണ്ട്. അത് ശരിയായ രീതിയിലുള്ള കാര്യം അത് സ്പെസിഫിക് വൈറസ് വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് വൈറസ് ആൻറ്റിബോഡി തന്നെയാണ് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. അത് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തി വരുമ്പോഴേക്കും ആ വൈറസിൻ്റെ കാറ്റഗറി മാറിയിട്ടുണ്ടാകും. പിന്നെ സ്പെസിഫിക് ആൻറ്റിബോഡി ഉണ്ടാകാൻ വേറെ സമയം എടുക്കും. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരിൽ എത്ര വാക്സിൻ കൊടുത്താലും ആൻറ്റിബോഡി ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആൻറ്റിബോഡി ഉണ്ടാകാൻ കഴിയില്ലാത്തതിൽ തീരെ ഉണ്ടാകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ജനറേറ്റഡ് ഡിസീസ് ആ വ്യക്തികളുണ്ടാകുന്നു. വളരെ വ്യക്തമായിട്ട് ലിങ്ക് കൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സിനെ കുറിച്ച് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുക തന്നെയാണ് എല്ലാ പബ്ലിക്കിനോടും എല്ലാ വ്യക്തികളോടും ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം വെച്ചാൽ ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇപ്പം പരസ്പരം ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിസീസ് ആകാം. ഡിസീസ് ആയിക്കഴിഞ്ഞാൽ വൈറസ് കയറി ബാധിച്ചു കഴിഞ്ഞാൽ ക്ലോട്ടിങ് വരും. ഹീമാഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞ പദാർത്ഥം കൊറോണ വൈറസ് കൊണ്ട് ആ ഹീമാഗ്ലൂട്ടിൻ വന്ന ഉടനെ ബ്ലഡിൽ വന്ന ഉടനെ ബ്ലഡ് കോയാഗുലേഷൻ നടന്ന് സ്ട്രോക്ക് സംഭവിക്കുന്നുള്ള ഏത് സയൻറ്റിഫിക് പേഴ്സണും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ആൻറ്റിബോഡി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കഴിവതും റൂട്ട് ഫുഡ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരിൽ പ്രോട്ടീൻ നന്നായിട്ടുണ്ടാവും. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബോഡി ഉണ്ടാവുള്ളൂ. കാരണം പ്രോട്ടീൻ നിർബന്ധമാണ്. പ്രോട്ടീൻ മാത്രം പോരാ കേട്ടോ, പല കാര്യങ്ങളും വരും. കാരണം ആൻറ്റിബോഡിയുടെ വൈറ്റ് ചെയിനൊക്കെ എന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ചെയിനും ലോങ് ചെയിനൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് സൾഫറൊക്കെ കൊണ്ടാണ്. അപ്പോൾ സൾഫറിൻ്റെ നമുക്ക് വെള്ളത്തിൽ സൾഫറുണ്ട്. സൾഫറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണം. സെലീനിയം വേണം, സോഡിയം വേണം, പൊട്ടാസ്യം വേണം. ലിങ്കിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സെൽസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റിബോഡി പ്രൊഡക്ഷനുണ്ട് സൾഫർ വേണം. അതുപോലെ തന്നെ എന്ത് വേണം, ഈ പറയുന്ന പ്രോട്ടീൻ വേണം. അപ്പോൾ അതിൻ്റെ ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ടാകും, പ്രോട്ടീൻ ചെയിൻ ഉണ്ടാകും. ഇതൊക്കെ വേണം. അമിനോ ആസിഡ്സ് ഇല്ലാതെ നമുക്ക് പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റത്തില്ല, ബോഡിക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ സുലഭമായിട്ട് കഴിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നതും ഇന്ത്യയിലുണ്ടായിരുന്നതും. ഇപ്പോൾ ആ ശൈലി മാറിയതുകൊണ്ടാണ് ഈ അപകടത്തിൽ ഉണ്ടാകാൻ കാരണം. അതാണ് അതിൻ്റെ മെയിൻ ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും ചെയ്യേണ്ടത് പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് ആൾക്കാർ മടങ്ങുക. അവരവർ അധ്വാനിച്ച് ഒരു തക്കാളിയെങ്കിൽ ഒരു തക്കാളി, ഒരു വെണ്ടയ്ക്കെങ്കിൽ ഒരു വെണ്ടക്ക നിങ്ങൾ വീട്ടിൽ വെച്ച് വളർത്തിയാൽ ഒരു ചെടി വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ 5 6 അല്ലെ 10 15 വെണ്ടക്ക കിട്ടും. നന്നായിട്ട് പരിചരിച്ചാൽ മതി. ഒരു പശുവിനെ നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെങ്കിൽ, ഒരു കൃത്രിമ ആഹാരം കൊടുക്കാതെ വളർത്താൻ കഴിയുമെങ്കിൽ, 2 തെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തേങ്ങ കിട്ടും. ആ തേങ്ങ കഴിച്ചും കൊണ്ട് ആൾക്കാർ ജീവിച്ചിരുന്നത്. അന്ന് അരിയും ചോറും അന്ന് ഇല്ലായിരുന്ന സമയത്തൊക്കെ പഴങ്കഞ്ഞി അല്ലെങ്കിൽ 10 പേരൊക്കെ അടങ്ങുന്ന കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുമ്പിളിൽ കുത്തിയിട്ട് വെള്ളം നീട്ടി കഴിച്ചിരുന്ന കാലഘട്ടം. അന്നൊക്കെ പൂർണ്ണ ആരോഗ്യമായിരുന്നു. മനസ്സിലായി? അല്ലാതെ പൊറോട്ട അല്ലെങ്കിൽ ദഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് കഴിവതിന്. പൊറോട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു രസത്തിനൊക്കെ വല്ലപ്പോഴും കഴിക്കുക. പക്ഷെ അത് രസത്തിന് മാത്രം, അല്ലാതെ അതൊരു പ്രിയ ആഹാരമായി കഴിച്ച് വയറിന്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്താ ചെയ്യുന്നത്, അവർ ദഹിപ്പിച്ച് അത് വലിച്ചെടുക്കണം. എവിടെ കിട്ടാനാ പ്രോട്ടീൻ എന്ന്? നിങ്ങൾ പഴം കഴിക്കൂ, ചക്ക കഴിക്കൂ, മറ്റുള്ള വസ്തുക്കൾ, പേരക്ക കഴിക്കൂ, ആപ്പിൾ കഴിക്കൂ. നല്ല ആപ്പിൾ കഴിക്കൂ. ആപ്പിൾ കഴിക്കുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കഴിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചക്കയുണ്ട്, മാവുണ്ട്, തണ്ണിമത്തനുണ്ട്, ഒക്കെ നല്ലതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. വീട്ടിൽ 2 ഏത്തവാഴ വെച്ച് പിടിപ്പിക്കുക. അതിന് ആർക്കും നിങ്ങൾക്കൊരു ഒരു അടി സ്ഥലം പോലും വേണ്ട ഒരു വാഴയ്ക്ക് നടാനായിട്ട്. അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, നിങ്ങൾ കഴിക്കുക. അല്ലാതെ വല്ലവരും കൃഷി ചെയ്ത് ബിസിനസ് ചെയ്യുന്ന വാറ്റൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അടിമപ്പെട്ടു പോകത്തുള്ള രോഗത്തിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഡോക്ടേഴ്സിനോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. എനിവേ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞങ്ങളുടെ ഉണ്ടാവും. കാരണം അത് ഫീൽഡിലാണല്ലോ, ഡോക്ടേഴ്സ് ഫീൽഡിലാണ് ഇരിക്കുന്നത്. എല്ലാം ഇത് അരച്ച് കലക്കി കുടിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അരച്ച് കലച്ച് കുടിക്കുകയാണ്. ഇനിയും കുറേ കുടിക്കാനുണ്ട്, നോളജ് ഗെയിൻ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊക്കെ പോലുള്ളവരൊക്കെ പറയുമ്പോഴായിരിക്കും ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം മറുപടി പറയണമല്ലോ. കാരണം പബ്ലിക്കിനെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ, പബ്ലിക്കിനെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. 10 പേര് അസുഖമൊന്ന് മാറിക്കോട്ടെ, ഹോമിയോപ്പതി മരുന്നെടുത്തിട്ട് സുഖം മാറിക്കണം. ഏതായാലും ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് ആർക്കും ഒരു അപകടം ഉണ്ടാകത്തില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നിങ്ങൾ പറയുന്ന അതിൻ്റെ മെഡിസിൻ പവർ ഇല്ലെന്നല്ലേ പറയുന്നത്. പക്ഷേ മെഡിസിൻ പവർ ഉണ്ട്. പിന്നെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചത് കൊണ്ടും ആർക്കൊരു അപകടമാണ്. ഒരു കൊച്ചുകുട്ടി ഹോമിയോപ്പതി മരുന്ന് എടുത്ത് മുഴുവൻ കുടിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാകും. അതിൽ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക, ഒരു ചെറിയ സിംറ്റമാറ്റിക് പ്രോബ്ലം കാണിക്കും. അതുകൊണ്ട്
കുറച്ച് നേരം കഴിയുമ്പോൾ തനിയെ മാറുകയും ചെയ്യും. അങ്ങനെയാണ് സിങ്കോണ പ്രൂവ് ചെയ്തത്. അതിൻ്റെ കഥയിലേക്ക് ഞാൻ വേറെ ദിവസം പറയാം. ഇപ്പോൾ അധികം സമയമില്ല. തിരിച്ചിറക്കണം കേട്ടോ. ശരി, ബൈ.